കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. പുനലൂരിൽ മുക്കടവിന് സമീപത്ത് കഴിഞ്ഞ ദിവസം അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുരുഷന്റേതെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അഴുകിയ നിലയിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട അവസ്ഥയിൽ മൃതദേഹം കഴിഞ്ഞ ദിവസം മുളക് ശേഖരിക്കാൻ എത്തിയവരാണ് കണ്ടെത്തിയത്. അവരെ മുളക് പറിക്കാൻ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ഓടി കണ്ടു. അവിടെ വേറെ അറിയിച്ചു, പോലീസ് അറിയിച്ചു, വന്നു. ഒരു 8:30 മുളക് പറിക്കും. സാധാരണ ഇവിടെ നിങ്ങൾ മുളക് പറിക്കാൻ ഉണ്ട്. ഉണ്ട്. അടുത്ത സമയത്ത് ഇപ്പൊ 1 മാസം കഴിഞ്ഞ വന്നു. 1 മാസം മുമ്പ് അന്നേരം ഇല്ല, കണ്ടില്ല. നിങ്ങൾ ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പോലീസ് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം പുരുഷന്റേതെന്ന് സ്ഥിരീകരിച്ചത്. മരണകാരണം ശരീരഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വലത് വാരിയലിന് മുറിവേൽക്കും വിധം കുത്തേറ്റിട്ടുണ്ട്. മുഖത്ത് തീ കൊളുത്തിയതായും സംശയിക്കുന്നു. കൊലപാതകമെന്ന നിഗമനത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൃതദേഹത്തിന് സമീപത്തു നിന്നും ചാക്കിനുള്ളിലേക്ക് കയറ്റിയ നിലയിൽ ബാഗ്, സമീപത്തായി കന്നാസ്, കുപ്പി, കത്രിക ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടത് കാലിന് സ്വാധീനക്കുറവുള്ളയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച ശേഷം കുത്തി കൊലപ്പെടുത്തിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥലത്ത് റൂറൽ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കുമെന്നും റൂറൽ പോലീസ് മേധാവി പറഞ്ഞു. ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മധ്യവയസ്കനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പുനലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് സമഗ്രമായൊരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും. സ്റ്റാബ് ഇഞ്ചുറി ആണ് മരണകാരണമായിട്ട് മനസ്സിലായിട്ടുള്ളത്. നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഡോഗ് സ്ക്വാഡിന് പുറമെ ആയുധങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക സംഘത്തിന്റെ പരിശോധനയും നടത്തി. റബ്ബർ പുരയിടത്തിൽ അടിക്കാടായതിനാൽ തന്നെ പരിശോധന ദുഷ്കരമായിരുന്നു. നാട്ടുവാർത്ത, പുനലൂർ.